ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രൂ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ആഗ്രഹിച്ച് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗുമാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ ലൈഫിന്റെ നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ ഒരു വ്യക്തിയും ഒരുമിച്ചുള്ള മൊമെന്റ്സ് എല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ വിഷ്വലൈസേഷനും നിങ്ങളുടെ തോട്ട്സും പോലും മാനിഫെസ്റ്റേഷൻ ആയി മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദ സൺ ആണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇമോഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. മനസ്സിൽ പ്ലാൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സക്സസിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ, വളരെ വിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ്, അതായത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നു. നിഷ്കളങ്കമായ ഒരു മനസ്സോട് കൂടി തന്നെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെ അവരുടെ ഒരു ഇമോഷൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം സൺ എന്ന് പറയുമ്പോൾ ഒരു സൂര്യോദയത്തിന് മുമ്പ് ഒരു അസ്തമയം ഉണ്ടാകുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു കെട്ടടഞ്ഞ ഒരു അവസ്ഥ വന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു സൺ എനർജി വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി ഒരു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ആ ഒരു വലിയ ഇരുളടഞ്ഞ ഒരു അധ്യായം പൂർണ്ണമായിട്ടും മാറിയിട്ട് പുതിയൊരു ഉദയ സൂര്യന്റെ കിരണങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി. നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് ആദ്യമേ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സക്സസ് വേണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ്. യെസ്, 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവരായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലവേഴ്സ്, ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം. അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിൽ നിന്നിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് മാറിപ്പോയ വ്യക്തികളായിരിക്കാം. എന്നാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളുടെ ഒരു ഫാമിലി, നിങ്ങളിപ്പോൾ ഒരു ഹസ്ബൻഡ് കുട്ടികളൊക്കെ ഉള്ള അല്ലെങ്കിൽ വൈഫ് കുട്ടികളൊക്കെ ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ പാർട്ട്ണറെയും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെന്ന ആ ഒരു പാർട്ട്ണറെയും കുട്ടികളെയും എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാമിലിയിലേക്ക് തിരികെ എത്രയും വേഗം വരണമെന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു ഫാമിലിയെ വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇമോഷൻസിൽ ആ ഒരു സൺ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ എത്രത്തോളം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ ബന്ധത്തിനെ വിട്ടുകളയാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഫാമിലി വാല്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ആ ഒരു ഫാമിലി, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ ഒരു സന്തോഷകരമായ കുടുംബജീവിതമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ടൈം പാസ് അല്ലെങ്കിൽ വെറുതെ ഒരു തിരിച്ചുവരവ്, വെറുതെ ഒരു റീയൂണിയൻ വന്നിട്ട് വീണ്ടും പോവുക, അങ്ങനത്തെ ഒരു എനർജി അല്ല കാണുന്നത്. നമുക്കിവിടെ ഒരു സ്ട്രോങ് ബിൽഡ് ചെയ്ത് ഒരു എന്താ പറയാ,
ഒരു ഫൗണ്ടേഷൻ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരുപാട് വ്യക്തി സാന്നിധ്യങ്ങൾ, അതിപ്പോ ചിലപ്പോൾ നിങ്ങളുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇമോഷൻസ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഒരു വ്യക്തി തന്നെ ആവണം എന്ന് ഒരു നിർബന്ധമില്ല ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട്, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്ത ബോധമുള്ള അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ഈ ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇവർക്ക് ചുറ്റുമുണ്ട്. അത്രയും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയിപ്പോ ഒരു എക്സ്ട്രാ മരിറ്റൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫാമിലി തന്നെയായിരിക്കാം. ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ലവേഴ്സ് ആണെങ്കിലും നിങ്ങളൊരു പാർട്ട്ണർ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ അവർക്കൊരു തേർഡ് സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അവർക്കവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് ചാടി അവർക്ക് മറ്റെല്ലാം ഇട്ടെറിഞ്ഞിട്ട് വരാനായിട്ട് പറ്റാത്ത ഒരു എനർജി തന്നെ കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം ഇവരുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ നിങ്ങളുടെ ബന്ധത്തില് ഈ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു കൂടിച്ചേരുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ബന്ധം തന്നെ ആയിരിക്കണം. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവര് ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 4 ഓഫ് പെന്റക്കിൾസ് ആണ് വരുന്നത്. അവർ ഈ ഒരു സമയത്ത് അവരുടെ ഇമോഷൻസ് ഒന്നും തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെയൊക്കെ ഉള്ളവരായിരിക്കാം. ഇനി അല്ല നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ അറിയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇമോഷൻസ് ഒന്നും തന്നെ പുറത്ത് കാണിക്കുന്നില്ല. എല്ലാം സ്വയം നിയന്ത്രിച്ച് വെച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം ഇവർക്ക് എല്ലാ ഇമോഷൻസും പുറത്തേക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വരുന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആയിട്ടുള്ള ആ ഒരു ഒന്നുചേരലിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കൾ ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്ന ഒരു ബന്ധമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതിനും നിങ്ങൾ ഒന്ന് ചേർന്നിട്ടുള്ള ആ ഒരു മുന്നോട്ടേക്കുള്ള യാത്രക്കും ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ മുന്നോട്ടേക്ക് ഒന്നും പോകുന്നില്ല എന്നൊരു മൈൻഡിലാണ് ഇവർ നടക്കുന്നത്. പക്ഷെ ഇവരുടെ മൈൻഡിൽ ഇവർ കാണിച്ചു നടക്കുന്ന പുറമെ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണത്. ഇവരുടെ മനസ്സ് കൊണ്ടിട്ട് ഇവർ ഇപ്പോഴും നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെർമിറ്റ് എനർജി ആണ് വന്നിരിക്കുന്നത്. തീർത്തും ഒരു ഏകാന്തമായിട്ടുള്ള ഒരു എനർജിയിൽ അവർ നിൽക്കുന്നത്. ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരുന്നതിൽ ഇവർക്ക് തന്നെ ഒരുപാട് വിഷമം ഉള്ളതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇവർ ചേസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരു പുറമേ നിന്ന് നിങ്ങൾ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പൊ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ ഇവരുടേതായ ഒരു കാര്യങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇവർക്ക് ചുറ്റുമുള്ളവരെ ഒന്നും തന്നെ ഇവർക്ക് ഒരു സപ്പോർട്ടീവ് പാർട്ട്നേഴ്സ് അല്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഇവരെ ഒരു തണുപ്പിക്കാനോ ഇവർക്ക് ഒരു ഹീലിംഗ് കൊടുക്കാനോ ഒരു രീതിയിലും ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന വ്യക്തികൾ ആരും തന്നെ ഇവരുടെ കൂടെ ഇല്ല. ഇല്ലെങ്കിൽ ഇവർ അതിന് okay അല്ല എന്ന് വേണം പറയാൻ. തികച്ചും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടിട്ട് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരണം എന്നൊരു ഡിസിഷൻ എടുക്കാനും അവരിപ്പോ തയ്യാറാകുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ ഇനിയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഓരോ നിമിഷവും നിങ്ങൾക്കായിട്ട് തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വ്യക്തത നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അവരൊരു ഡിസിഷൻ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകുക, നിങ്ങളിലേക്ക് പകുത്ത് നൽകിക്കൊണ്ടിട്ട് ഈ ഒരു ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഇതിന്റെ കൂടെ വരുന്നത് അവർക്ക് കുറച്ചൊന്ന് ടൈം വേണം. ഒരു ചാടി ഇറങ്ങി നിങ്ങളിലേക്ക് വരുന്ന കാര്യമല്ല അവർ ആഗ്രഹിക്കുന്നത്. എല്ലാ രീതിക്കും ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ ഈ ഒരു സമയത്ത് കുറച്ച് സമയം വേണം എന്ന് അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഒരുപാട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനും അവർ മനസ്സിലാക്കുന്നതായിട്ട് തന്നെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് അത്രത്തോളം അവർ ആഗ്രഹിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഈ ഒരു ഗ്യാപ്പ് എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ വർക്ക് ആകുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരു ആകൃഷ്ടനായിട്ട് അല്ലെങ്കിൽ ആകൃഷ്ടയായിട്ട് അത്രത്തോളം അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം എന്ന് തന്നെ കാണിക്കുന്നു. ഒരുപാട് തടസ്സങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകണമെന്നും നിങ്ങളിലേക്ക് തിരികെ വന്നിട്ട് ഈ ഒരു ബന്ധത്തിനെ സക്സസ് ആക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ട് പോകുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രേയോ ആകാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങൾക്കൂടെ വർക്ക് ആകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സെവൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു പുതുനാമ്പ് നിങ്ങളുടെ ബന്ധത്തിൽ മുളക്കണം. അതായത് വറ്റി വരണ്ട് പോയ ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്യുന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരും ഈ ഒരു സമയത്ത് പ്രേ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് wands ആണ്. കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെയെങ്കിലും നിങ്ങൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിന് ഒരുപാട് നമുക്ക് തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ. പക്ഷെ എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങളിലേക്ക് തിരികെ എത്തണം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പല സമയങ്ങളിൽ ഇവർ ആ ഒരു ബ്ലോക്ക് മാറ്റണമെന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ ഇവരിലേക്ക് വരുന്നത് കൊണ്ട് ഇവർക്ക് അത് പറ്റാതെ പോകുന്നത് കൊണ്ടാണ് അവർ അതിന് ശ്രമിക്കാത്തത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഫോളോ ചെയ്യുന്ന എനർജി തന്നെ കാണിക്കുന്നത്. നിങ്ങൾ അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പെയിൻ കാര്യങ്ങളെല്ലാം ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനും നിങ്ങളുടെ ആ ഒരു പെയിനും എല്ലാം കൂടെ വന്ന ഒരു മിക്സ്ഡ് ആയിട്ട് ഇവരിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. യെസ്, ടു ഓഫ് wands ആണ്. അവർ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന എനർജി തന്നെ കാണിക്കുന്നത്. ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് ആണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. എന്ത് രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു ആലോചന അല്ലെങ്കിൽ ഈ ഒരു തിങ്കിങ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇവർ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഒരു തടസ്സങ്ങളെ എല്ലാം തന്നെ എതിർത്ത് തോൽപ്പിച്ചിട്ടായാലും നിങ്ങളിലേക്ക് വരണം. കാരണം ഈ ഒരു ടൈമിൽ അവർ നിങ്ങളുടെ ആ ഒരു സൈഡ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങളുടെ സൈഡും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പെയിനും അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് രീതിക്കുള്ള തടസ്സങ്ങളാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിക്കണം എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. രാത്രിയിലും പകലും ഒക്കെ എന്ന പോലെ അവരിപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് എന്ന് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മജീഷ്യൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ടൈമിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണും ഈ ഒരു ടൈമിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ ചെയ്യുന്ന രീതികൾ എന്ന് പറയുന്നത് ഇവരുടേതായ ഒരു വിശ്വാസത്തിൽ ഒരു പ്രാർത്ഥന കാര്യങ്ങൾ തോട്ട്സ് വിഷ്വലൈസേഷൻ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ സന്തോഷകരമായ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി ആ ഒരു ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഇവർ ആലോചിക്കുകയാണ്. കാരണം ഇവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു സോൾ ടൈ ഇവർക്ക് വേണം. ആ ഒരു സോൾ കോൺട്രാക്ട് ഇവർക്ക് എന്താണെങ്കിലും വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമായിട്ട് തന്നെ കാണിക്കുന്നത്. ഒരു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് മൂവ് ചെയ്ത് മാറിയതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സീക്രട്ട് അല്ലെങ്കിൽ സീക്രട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരുടേതായ ഒരു സീക്രട്ട് ആയിട്ടുള്ള പേഴ്സണൽ സ്പേസ് ഉണ്ട്. ഇവർക്ക് ഇവരുടേതായ കുറേ കാര്യങ്ങൾ ഇവരുണ്ട്. നിങ്ങളുടെ അടുത്തൊന്നും ഇവർ ഒരുപക്ഷെ അതൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഇപ്പൊ ഇവർക്ക് ഈ ഒരു ഒളിച്ചുകളി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണുപൊത്തി കളി എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അതെല്ലാം മതിയായതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഇനി അവർക്കായിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ പേഴ്സണിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ നമുക്കിവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാനായിട്ട് പറ്റാത്തൊരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെ മിസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവർക്ക് സാധിക്കില്ല. നിങ്ങളുമായിട്ടൊരു ജീവിതം അവർക്ക് മുന്നോട്ടേക്ക് വേണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ജീവിക്കേണ്ടത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അവർ ഒരു സൈഡ് കൊണ്ടിട്ട് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് ഈ ഒരു സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്ത് രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ
ഏറ്റെടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തയ്യാറാവുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എത്രയും വേഗം നിങ്ങളുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. അതിലൂടെ ഒരു വ്യക്തത കൊണ്ടുവന്നിട്ട് വേണം ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്. യെസ്, 8 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I want to call you and hear your voice. നിങ്ങളെ സംസാരിക്കണം, നിങ്ങളെ വിളിക്കണം, നിങ്ങളുടെ സൗണ്ട് അവർക്കൊന്ന് കേൾക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തീർത്തും ഒരു ഐസൊലേഷൻ പീരീഡ് പോലെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വികാരങ്ങളൊക്കെ കെട്ടടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. വികാരങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ദേഷ്യവും എന്താ പറയാ വെറുപ്പ്, എടുത്തുചാട്ടം, ഈഗോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇവരൊന്ന് ഒതുങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരുടെ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിപ്പോ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമാണെങ്കിൽ പോലും ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തേർഡ് സിറ്റുവേഷൻ ആരാണെന്നുണ്ടെങ്കിലും അത് ഇവരുടെ ലൈഫിൽ ഇവർക്ക് മോശമാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു വാല്യൂ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ടൈമിൽ ഒരുപാട് ഗിൽറ്റ് ഫീൽ ഒക്കെ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിനെ മറ്റാര് വിചാരിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു രീതിയിലും മാറ്റാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നത്. ഫോർ ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും അവരുടെ മനസ്സിലും അവരുടെ ഓർമ്മകളിലും എല്ലാം തന്നെ നിങ്ങളായിട്ടാണ് കാണുന്നത്. ഇവർക്ക് ചുറ്റും ഒരുപാട് പേരുള്ളതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അവർക്ക് വേണ്ടപ്പെട്ട പല വ്യക്തികളും ഉണ്ടായിരിക്കാം. പക്ഷേ അവരിൽ നിന്നുള്ള സ്നേഹം ഒന്നും തന്നെ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് സമാധാനവും സന്തോഷവും കൊടുക്കുന്നില്ല. എപ്പോഴും ഒരു നിരാശ നിറഞ്ഞ മുഖമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. കാരണം അവർക്ക് ഒരു സന്തോഷം അവരുടെ ലൈഫിൽ വരണം, അല്ലെങ്കിൽ അവരൊന്ന് സന്തോഷിക്കണം, ചിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് വേണം. അല്ലാതെ ഇനി അവർ ഹാപ്പി ആകില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ചില ബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു വാല്യബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ അറിഞ്ഞു തന്നെ തന്നിരിക്കുന്ന ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത്. ഈ ഒരു സമയത്ത് നിങ്ങളും ഇതേപോലെ തന്നെയായിരിക്കും. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതിൽ ഇന്നത്തെ വന്നിരിക്കുന്ന മുഴുവൻ ഇവരുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ചില സിറ്റുവേഷനിൽ നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ കൂടെ നമുക്കിവിടെ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഇവരുടെ ഒരു കറന്റ് സിറ്റുവേഷനും ഇമോഷൻസും ഒക്കെ തന്നെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഏത് സമയമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ എന്ത് രീതിയിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഒരുപാട് വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രധാനപ്പെട്ട moments ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ദിവസങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ കടന്നു പോകുമ്പോൾ ഇപ്പൊ ഒരു ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ വരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ അതേ ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവരുടെ മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അവർക്കത് താങ്ങാൻ സാധിക്കുന്നില്ല. യെസ്, 3 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു വിരഹ വേദന, നെഞ്ചുപൊട്ടി കരയുന്ന ഒരു വേദന അവരിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഈ ഒരു ടൈം ഓഫ് പീരീഡ്, ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയവരായിക്കൊള്ളട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് പോയിക്കൊള്ളവരാകട്ടെ, എന്ത് രീതിയിൽ പോയവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സ് കൊണ്ടിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു വിള്ളൽ എന്ന് പറയുന്നത് അവർക്ക് തീർത്തും അവർ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും അവർ കരുതിയിട്ടുണ്ടാവില്ല, നിങ്ങളും കരുതിയിട്ടുണ്ടാവില്ല ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നുള്ളത്. ഇനി അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് പോലും ഇവർ കരുതാത്ത ഒരു കാര്യം, ഇവർക്ക് ഇത്രത്തോളം വേദന നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നല്ല, നിങ്ങൾ വിട്ടുപോയതിന്റെ ആ ഒരു വേദന ഇത്രത്തോളം സഹിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്ന സമയത്താണ് ഇവർ നിങ്ങളുടെ വാല്യൂ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത എത്രമാത്രമാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ ഒരുപാട് വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ തന്നെ ആയിരുന്നിരിക്കാം ഇപ്പൊ നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും നിലച്ചുപോയ ഒരു ബന്ധം തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത്. എന്നാൽ ആ ഒരു പൂർണ്ണമായിട്ട് നിലച്ചുപോയ ആ ഒരു ബന്ധത്തിലും നിങ്ങൾക്കൊരു hope ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളും ഈ ഒരു സമയത്ത്
പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. എന്തൊക്കെ നിങ്ങളുടെ ബന്ധത്തിലുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു പുതിയ തുടക്കത്തോടുകൂടി നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടെലിപതി കണക്ഷൻ, ആ ഒരു ഡിവൈൻ കണക്ഷൻ എന്ന് പറയാം, നിങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ഡിവൈൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ്. കാരണം നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് തീർത്തും വിട്ടുപോയി നിൽക്കുന്ന ഒരു ബന്ധമായിട്ട് തന്നെ നമുക്കിവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പൊ എത്ര പേർക്കാണ് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇവിടെ വന്നിരിക്കുന്ന എനർജി നമുക്ക് അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു മിറാക്കിൾ ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം, ആ ഒരു സ്നേഹം മുഴുവനും നിങ്ങളിലേക്ക് തന്നുകൊണ്ടിട്ട് ആ ഒരു സ്നേഹത്തിനെ ഒരു ഇറ്റ് പോലും താഴേക്ക് പോവാതെ അവരുടെ കൈക്കുമ്പിളിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിനെ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിനെ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരു രീതിയിലും നിങ്ങളെ വിട്ടുകളയാനോ നിങ്ങളുടെ സ്നേഹത്തിനെ വിട്ടുകളയാനോ സാധിക്കുന്നില്ല. അവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള റിസ്ക് എടുത്തിട്ട് അതിൽ വിജയിക്കാനും ഇവരിപ്പോൾ തയ്യാറാണ്. അവരുടെ ഓർമ്മകളിൽ മുഴുവനും നിങ്ങളാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മൈൻഡിൽ മുഴുവനും നിൽക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം, നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു വാല്യൂ, ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവരുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇവർ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അതൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തി ആയിരിക്കും. നിങ്ങൾ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഒരു മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങളായിരിക്കാം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതുപോലെയൊക്കെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നിങ്ങൾക്കിടയിൽ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ ഒരു വിള്ളൽ വീണ് മാറിപ്പോയവരായിരിക്കാം നിങ്ങളെങ്കിലും നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒന്നിപ്പിച്ച വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെ തിരിച്ചുവരവിനായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നത്. അതും വെറും ഒരു തിരിച്ചറിവ് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെങ്കിലും നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വരുന്നത് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ടവർ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വലിയൊരു തിരിച്ചടി അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു വേദന ഇവർ നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു തിരിച്ചറിവിന്റെ തിരിച്ചടി തീർച്ചയായിട്ടും നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം വേദനകളിലേക്ക് ഇപ്പൊ വീണു പോയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഒരു ജെന്യുവൻ ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ ആ ഒരു വേദനയും എല്ലാം തന്നെ കണ്ടിട്ട് ഈ ഒരു പേഴ്സണെ കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പ്ലാനിങ്, ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് അവർക്ക് തീർത്തും വേദനാജനകമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. തീർത്തും ഒരു നെഗറ്റിവിറ്റിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ടു ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. കണ്ണടക്കുമ്പോഴായാലും കണ്ണ് തുറക്കുമ്പോഴായാലും ഒരേപോലത്തെ ഒരു അവസ്ഥ. എല്ലാ രീതിക്കും ഓവർ തിങ്കിങ് കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു കണ്ണടച്ച് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവർ കണ്ണടച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഒരു നീതി എത്തിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയണം. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഇവരായിട്ട് തന്നെയാണ് ഒരു ഡാമേജ് വരുത്താനുള്ള കാരണം എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം ഇവർ നിങ്ങളുടെ അടുത്തേക്ക് പറയുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. നിങ്ങളും ഇവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊരു മെസ്സേജ് കൂടെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പാസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ രണ്ടുപേരുടെ ഈ ഒരു വ്യക്തി മാത്രമാണ് 100% തെറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവരുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്കിൽ പോലും ഇവർ തിരിച്ചു വരുന്ന ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇവരെ കുറച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഒരുപാട് സന്തോഷം നൽകുമെന്ന് തന്നെ ഇവരിപ്പോൾ ഈ ഒരു ടൈമിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ഒന്നുചേരലിൽ ഒരുപാട് നിങ്ങൾക്ക് തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾ ഒന്നുചേരുന്ന ആ ഒരു കാര്യത്തിൽ പുറത്തു നിന്നുള്ള പല ആൾക്കാർക്കും ഒരു വിരോധം അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഉള്ളതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ പല രീതിയിലൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്ത് രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി അതിനെയൊന്നും ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റുകൊടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്കിടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നെങ്കിൽ ഇവർ സൈലന്റ് ആയിട്ടാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി കുറെ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനി
ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ ഇനി അവർക്ക് സമയം വേസ്റ്റ് ചെയ്യാനായിട്ട് ഇല്ല എന്ന് തന്നെ അവർ പറയുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവർ മിസ് ചെയ്ത് ഇവരായിട്ട് തന്നെ കളഞ്ഞു. പക്ഷെ ഇനി ഒരു രീതിയിലും ഒരു ഓപ്പർച്യൂണിറ്റീസും മിസ്സാക്കി കളയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെ ചേസ് ചെയ്യുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് ഒരു ടൈം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു ആക്ഷൻ എടുക്കേണ്ട ടൈം ആണ് ഇത് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അവർ കുറച്ചൊരു സമയം നിങ്ങളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ട്. ഒരു എനർജി നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് ഇവർ ആ ഒരു ടൈം ചോദിച്ചിരിക്കുന്നത് ഇവർ നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇവർ നിങ്ങളുടെ കാര്യത്തിൽ ആക്ഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ ചാടിക്കേറി എന്നുള്ള രീതിക്കല്ല ആക്ഷൻ. കൃത്യമായിട്ടൊരു ടൈം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എടുക്കണം എന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇവരോട് ക്ഷമിക്കാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഇവർ ഒരുപാട് ഹാപ്പി ആയിരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അവർ ഒരുപാട് സന്തോഷിക്കും. നിങ്ങൾ അവരോട് ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഫ്യൂച്ചറിലേക്ക് തരും എന്നൊരു എനർജി കൂടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. വേൾഡ് എനർജി ആണ് വന്നിരിക്കുന്നത്. കാരണം അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവർ ഈ ഒരു ബന്ധത്തിനെ ഇനി ഒരു രീതിക്കും ഒരു ചെറിയ രീതിയിലുള്ള കരടാണെങ്കിൽ പോലും വീഴാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്കും വേദനിക്കാൻ വയ്യ, അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാനും വയ്യാത്തൊരു എനർജി തന്നെയാണ് കാണുന്നത്. കാരണം ഒരുപാട് വേദനകളിലൂടെയും തിരിച്ചടികളിലൂടെയും കടന്നു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒരു രീതിയിലും ലൈഫിൽ റിസ്ക് എടുക്കാനോ ഒരു പ്രോബ്ലംസ് നേരിടാനോ ഉള്ള ഒരു എനർജി ഒന്നും ഇവർക്ക് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹോപ്പ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിലും പകലും എന്നപോലെ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. എത്രത്തോളം ദൂരെയാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുകയും നിങ്ങൾക്ക് അരികിൽ തന്നെ ഒരു നിഴല് പോലെ ഇവരുണ്ട് എന്ന് തന്നെയാണ് ഇവർ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് വേദനിക്കേണ്ടതായിട്ട് വരികയില്ല. ഇതുവരെ പറ്റിപ്പോയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാതിരുന്നതിലൊക്കെ ഇവർക്കിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇവര്. സ്വയം ഒരുപാട് ആ ഒരു കാര്യത്തിൽ വേദനിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടൊരു ടൈമിൽ ആ ഒരു ഡിസിഷൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഇത്രയും ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ നിങ്ങളും വേദന അനുഭവിക്കുന്നു ഇവരും വേദന അനുഭവിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഒന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തോ ആയിക്കൊള്ളട്ടെ, അവർ ചിന്തിക്കുന്നത് ഇനി എന്തും ആയിക്കൊള്ളട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് ഒരു റീയൂണിയൻ, അതും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് സ്വന്തം തെറ്റുകളെല്ലാം മിസ്റ്റേക്സ് എല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു കറുത്ത മറയെ എല്ലാ രീതിയിലും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഫിക്സ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ ചാപ്റ്റർ എല്ലാ രീതിയിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലൊന്നും തന്നെ അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളുടെ ബന്ധം ഇതുപോലെ പോയാൽ പോരാ. അപ്പൊ ഇനി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് വേണം എന്നുണ്ടെങ്കിൽ തെറ്റുകളെല്ലാം തിരുത്തി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് തന്നെ ന്യൂ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. യെസ്, ഫോർ ഓഫ് wands ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു സന്തോഷവും സമാധാനവും കൊണ്ടുവന്നിട്ട് ഒരു സക്സസിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു രീതിയിലാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ചിന്തകളും നിൽക്കുന്നത്. ഇമോഷണലി വളരെ വീക്ക് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത്. ഇമോഷണലി ഒരുപാട് ലോ എനർജിയിൽ തന്നെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളുടെ ഒരു ആബ്സെൻസ് തന്നെയാണ് ആ ഒരു ലോ എനർജിയുടെ കാരണമായിട്ട് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് കാണിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വെറുതെ ഒരു വീഡിയോ കണ്ടൊരു സമാധാനത്തിന് വന്നവരാണെന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ വലിയൊരു സന്തോഷമാണ് തരാനായിട്ട് പോകുന്നത്. അവർ എവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്നുള്ള ആ ഒരു പ്രകാശത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് അവർ ആ ഒരു പ്ലാനിങ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് തിരിച്ചു വരവിനായിട്ട് ഒരുങ്ങുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം അവർക്ക് നിങ്ങളെ ഈ ഒരു ടൈമിൽ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയെ തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതും വെറുതെ വരവല്ല. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫോർ ഓഫ് wands ആണ്, കമ്മിറ്റ്മെന്റ് കാർഡ് ആണ്. നിങ്ങളൊരു ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ്, ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് തരണമെന്നും നിങ്ങളൊരു റിലേഷൻഷിപ്പ്, അതായത് ഫാമിലി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ വീണ്ടും റീബിൽഡ് ചെയ്തെടുത്ത് ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും അതിന്റെ എല്ലാത്തിന്റെയും ഒരു മൂലബിന്ദു എന്ന് പറയുന്നത് സൺ ആണ്. കാരണം സക്സസ്, സന്തോഷവും സമൃദ്ധിയും ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവന്നിട്ട്
മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതും വളരെ പെട്ടെന്ന് തന്നെ വേണം എല്ലാ കാര്യങ്ങളും എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, തൃശ്ശൂർ വന്നിട്ടുണ്ട്, വിശാഖം എന്നൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, 7 എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ 7 എന്ന് പറയുമ്പോൾ 7 ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. 38 വന്നിട്ടുണ്ട്, ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്, ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 40 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്കിവിടെ മകം എന്നൊരു സ്റ്റാർ കൂടെ വന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ 10, 7, 4, 9, 6, 7 ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 4, 8, 3, 4 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 2 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് കണക്ട് ആവുകയാണ്, മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യണേ.